വളരെ നിർണായകമായ നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം നടത്തിയത്. രാത്രിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നു, രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ എണ്ണി പറയാൻ പാകത്തിനുള്ള ഒരാളാണ് ഇപ്പോൾ ഒന്നാം പ്രതിയായിരിക്കുന്നത്. അയാളാണ് ചോദ്യമുനയിൽ നിൽക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ കുരുക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെത്തുകയാണ്. ഉദ്യോഗസ്ഥരുമായി വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. കൽപേഷ്, ആ ആളുടെ പേര് നമ്മൾ കേട്ടതാണ്. കൽപേഷിനെ കൊണ്ടുവന്നത് ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നും മൊഴിയിലുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റി അല്പസമയത്തിനകം തന്നെ റാന്നിയിലേക്ക് കൊണ്ടുപോകും. തിരുവനന്തപുരത്ത് നിന്ന് ആർ അനന്തകൃഷ്ണനും ജിബിൻ ജെബിയും, പത്തനംതിട്ടയിൽ നിന്ന് CK അഭിലാലുമാണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ആർ അനന്തകൃഷ്ണനിലേക്ക് പോവുകയാണ്. അനന്തൻ, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒന്നൊന്നായി ഇതാ ഇപ്പോൾ പുറത്തു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മുന്നിലാണ്. എന്താണ് നടന്നത് എന്ന് സംബന്ധിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ, പ്രത്യേകിച്ച് വലിയൊരു ഗൂഢാലോചന നടന്നു. ദേവസ്വം ഉദ്യോഗസ്ഥരെ കുരുക്കുന്ന തരത്തിലുള്ള മൊഴി, കൽപേഷുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയൊക്കെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അന്വേഷണ സംഘത്തിന് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാവുകയാണോ? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ് പൂജ. ഈ പ്രഭാതത്തിൽ ആദ്യം അറിയിക്കാനുള്ള വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആദ്യ അറസ്റ്റ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒന്നാം പ്രതിയായി 2 FIRലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് 2 കേസിലുമായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുളിമാത്ത വീട്ടിൽ നിന്ന്, തിരുവനന്തപുരം പുളിമാത്ത വീട്ടിൽ നിന്ന് SIT കസ്റ്റഡിയിൽ എടുത്തത്. അതിനുശേഷം അജ്ഞാത കേന്ദ്രത്തിൽ മണിക്കൂറുകളോളമുള്ള ചോദ്യം ചെയ്യലായിരുന്നു. ഏതാണ്ട് വൈകുന്നേരത്തോടെയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ക്രൈംബ്രാഞ്ച് ഓഫീസ്, ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. അവിടെയാണ് SITയുടെ കസ്റ്റഡിയിൽ അയാൾ ഉള്ളത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഏതായാലും ആ കസ്റ്റഡിയിലെടുത്ത ശേഷം മണിക്കൂറുകൾ ചോദ്യം ചെയ്യൽ നടന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കി. അപ്പോൾ ഈ സമീപത്തെ കൗൺസിലറെ ഈ SIT ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരുടെ വിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളിലൊക്കെ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് കൗൺസിലറെ വിളിച്ചിരിക്കുന്നത്. 7 മണിയോടെ ഇവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏത് നിമിഷവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SITയുടെ ആ വാഹനം പുറത്തേക്ക് വരും എന്നുള്ളത്. MC റോഡ് മാർഗം പത്തനംതിട്ടയിലേക്ക് പോകും. ഉച്ചയ്ക്ക് 12 മണിയോടെ റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുമ്പോൾ ഈ മണിക്കൂറുകളിൽ SITക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, FIRനപ്പുറം എത്ര ദൂരം അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ അന്വേഷണ പാതയിലൂടെ നടന്നു എന്ന് വ്യക്തമാക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് സഹിതമാകും റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുക. അപ്പോൾ അറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റോൾ എന്താണ് എന്ന് SIT കണ്ടുപിടിച്ച് ഇതെന്തൊക്കെയാണ് എന്നുള്ള കാര്യം. ഏതായാലും ഇപ്പോൾ നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ വിവരങ്ങൾ ഇങ്ങനെയാണ് പൂജ. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യമിടുന്നത് ദേവസ്വം ബോർഡ്, ട്രാവൻകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെയാണ്. അയാൾ ചില പേരുകൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുൻപിൽ പറഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ ആരൊക്കെയാണ് എന്നിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യമിടുന്നത്. താൻ സ്പോൺസറായി ശബരിമല സന്നിധാനത്ത് എത്തിയപ്പോൾ മുതൽ തൻ്റെ മേൽ ഉദ്യോഗസ്ഥരുടെ കണ്ണുകൾ പതിഞ്ഞിരുന്നു. അവരാണ് തന്നെ, താൻ സ്പോൺസറായി എത്തുമ്പോൾ അവരാണ് തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചത് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. അപ്പോൾ ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് ഒരു വലിയ ഗൂഢാലോചന ശബരിമല കേന്ദ്രീകരിച്ച് ശബരിമലയിലെ സ്വത്ത് ലക്ഷ്യമിട്ടുകൊണ്ട് നടന്നു. അത് ഈ സ്വർണ്ണപ്പാളി മാത്രമല്ല, അതിലും വലിയ രീതിയിൽ ദീർഘകാലത്തേക്ക് ഉള്ള ഒരു പദ്ധതി ഉദ്യോഗസ്ഥരും ചേർന്ന് നടന്നു എന്നുള്ള രീതിയിലുള്ള ഒരു മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സ്വർണ്ണപ്പാളി എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹതയാണ്. അതിലും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്നത് ഏതാണ്ട് പങ്കജ് ഭണ്ഡാരി ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴിക്ക് സമാനമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മൊഴിയിൽ പൂർണ്ണമായൊരു വിശ്വാസ്യതയിലേക്ക് SIT എത്തിയിട്ടില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഈ സ്വർണം ഉരുക്കിയെടുത്തു, അതിനുശേഷം ആ സ്വർണം പങ്കിട്ടെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ പങ്കിട്ടെടുക്കാൻ കൈമാറാൻ അങ്ങനെ നിയോഗിക്കപ്പെട്ട ഒരാളാണ് കൽപേഷ് എന്ന പേര് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. പക്ഷേ കൽപേഷ് എന്ന പേര് യാഥാർത്ഥ്യമാണ്
സത്യമാണോ, അത് അങ്ങനെ ഒരാൾ ഉണ്ടോ, അതല്ലെങ്കിൽ അതാണോ അയാളുടെ യഥാർത്ഥ പേര് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അതൊരു കർണാടകയും തമിഴ്നാടും അല്ലാതെ മറ്റൊരു സംസ്ഥാനക്കാരനാണ് എന്നുള്ള സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. അത് സംബന്ധിച്ച് കൃത്യമായ വിവരം അയാൾ ആരാണ് എന്നുള്ളത് അന്വേഷണത്തെ ബാധിക്കുന്നത് കൊണ്ട് അവർക്ക് ചില വിവരങ്ങളുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ കൽപേഷ് ഇതിലേക്ക് വരുന്നത് ഈ ഉരുക്കിയെടുത്ത സ്വർണത്തിന്റെ ഇടപാടുകാരനായിട്ട് ആണ് എന്നുള്ള രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിലെ ഒരു വലിയ കൂട്ടം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ ഗൂഢാലോചനയിൽ ശബരിമല സന്നിധാനത്തെ സ്വത്ത് തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചില വെരിഫിക്കേഷനുകൾ നടക്കുകയാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്കറിയാം ദേവസ്വം വിജിലൻസിന്റെ മുൻപിൽ കമാന്നൊരക്ഷരം മിണ്ടാത്ത ഒരാളാണ്. അയാളാണിപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്നിപ്പോൾ SITക്ക് മുന്നിൽ സമ്മതിച്ചിരിക്കുന്നത്. അങ്ങനെ സമ്മതിക്കണമെങ്കിൽ അവർ കുറേയധികം തെളിവുകൾ അയാളുടെ മുൻപിൽ നിരത്തിയിട്ടുണ്ടാകണം. ഏതായാലും ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ പാളിയിലെ സ്വർണം ഉരുക്കിയെടുത്ത് പങ്കിട്ടെടുത്തു, അവിടെ സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് പരോക്ഷമായൊരു സമ്മതം ഉണ്ടാവുകയാണ്. പക്ഷേ അയാൾ ആ സ്വർണ്ണക്കൊള്ളയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഈ സ്വർണം ഉരുക്കിയെടുത്ത് അത് പങ്കിട്ടെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് കൂടി പങ്കുണ്ട് എന്നുള്ളതാണ് അയാളുടെ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോഴുള്ള നടപടി അയാളുമായി പത്തനംതിട്ടയിലേക്ക് പോവുക എന്നുള്ളതാണ്.